ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഇന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മെത്തേഡിലൊരു ബിരിയാണി, നമ്മുടെ കടുക്ക വെച്ചിട്ട് അല്ലെങ്കിൽ കല്ലുമ്മക്കായൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കായ ഇതേപോലെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം അത് പുഴുങ്ങിയെടുക്കാം കേട്ടോ ആദ്യം തന്നെ ചെയ്യുന്ന സ്റ്റെപ്പ്. പിന്നീട് നമ്മൾ അരി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പാത്രം അരിയാണോ എടുക്കുന്നത് അതിന് 2 പാത്രം വെള്ളമാണ് നമ്മൾ അളന്നെടുക്കാറുള്ളത്. ആ ഒരു ചെമ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ പട്ട, പൂവ്, അതേപോലെ തന്നെ ഏലക്കായ, കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമ്മൾ ഓയിൽ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഇടട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ ഒരു പാത്രം അരിയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന് 2 പാത്രം വെള്ളം നമ്മൾ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കട്ടോ. അതങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. വേവുന്ന വരെ അത് ഇവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മസാല കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അതിന് ഉള്ളി, അതേപോലെ തന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമസാല, ഇഞ്ചി എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഉള്ളി ഒരു 4-5 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളൊരു കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെമ്പ് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് ബാക്കിയുള്ള ഉള്ളിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി വാടി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല. കുറച്ച് നമ്മുടെ ബിരിയാണി മസാല ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 2 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കളറിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് അതേപോലെ തന്നെ ഒരു 1 സ്പൂണൊക്കെ നമ്മൾ മുളക് പൊടിയും ചേർത്തിട്ട് നമ്മുടെ കടുക്ക നന്നായി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള കടുക്കും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കടുക്ക വേണമെങ്കിൽ പൊരിച്ചിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇടുകയും ചെയ്യാം കേട്ടോ. അല്ലാതെ ഇങ്ങനെയും ചെയ്യുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ വാഴൻ്റെ ഇല വെക്കാം. ഞാനിവിടെ വെക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മൾ വെന്തിട്ടുള്ള ആ നെയ്ച്ചോറിൻ്റെത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫില്ലായിട്ട് നമ്മൾ ആ ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് ഓയിൽ, പൊരിച്ച ഉള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ പൊരിച്ച ഉള്ളി സ്കിപ്പ് ചെയ്തേക്കണേ. അപ്പോൾ കുറച്ച് ഓയിൽ, അതേപോലെ തന്നെ മല്ലിയില, കുറച്ച് ബിരിയാണി മസാല ഇതൊക്കെ ചേർത്തിട്ട് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, നട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്കിടാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ്. അപ്പോൾ പൊരിച്ച ഉള്ളി ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയിലയും കുറച്ച് ബിരിയാണി മസാലയും അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നമ്മൾ അടിച്ച് വെച്ച് ദമ്മിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി പെട്ടെന്ന് നമുക്കൊന്ന് വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റൈസ് മാത്രം നമ്മൾ വേറൊരു ചെമ്പിലേക്ക് മാറ്റുന്നു. അതേപോലെ തന്നെ കായം വേറൊരു ചെമ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കട്ടോ. പിന്നെ അതിലേക്ക് ജസ്റ്റ് കുറച്ച് നമ്മൾ ചിക്കൻ കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു.